ചെയ്യാൻ നീ എന്റെ ആത്മാർത്ഥ സുഹൃത്തൊന്നുമല്ലല്ലോ. ഇവൻ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയാൻ ഞാൻ എന്ത് തെറ്റ് രാമേട്ട? തെറ്റും ശരിയൊന്നും ആരും ഇവിടെ പ്രസ്താവിക്കണ്ട. നിന്റെ കൂട്ടുകെട്ട് ഇവന് ശരിയാവില്ല. നല്ല തറവാട്ടിന്ന് വന്ന പയ്യനാ ഇവൻ. നീ വേറെ സ്ഥലം നോക്ക്. രാമേട്ടൻ എന്നെ കൈയൊഴിയാണോ? 12 കൊല്ലമായി ഞാൻ ബോംബെ വന്നിട്ട്. രാമേട്ടൻ എന്നെ കാണാൻ തുടങ്ങിയിട്ടും കൊല്ലം 4-5 യവൻ പറയുമ്പോൾ എന്തെങ്കിലും അന്തസ്സേട്ട പെരുമാറ്റം എന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? പിന്നെ കുറെയൊക്കെ ലാത്തി അടിക്കും, അല്പം സ്വല്പം ഓസിന്നിരിക്കും. അതൊക്കെ നിവർത്തിയുണ്ടല്ലോ രാമേട്ട. 2 മാസമായി ഞാൻ ഇവന്റെ കള്ള സെന്റിമെന്റ്സ് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്തപ്പോ തലേ കയറാൻ നോക്കുക. വയ്യ രാമേട്ട. രാമേട്ടൻ തന്നെ ഹൗസ് ഓണർ കണ്ട എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. അതാണ് എനിക്കും പറയാനുള്ളത്. രാജേന്ദ്ര, എന്തോ നീ നിന്റെ പെട്ടി സാധനത്തിലേക്ക് എടുത്തിറങ്ങും. രാമേട്ട പറഞ്ഞത് കേട്ടില്ല. പെട്ടി സാധനം എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ. രാമേട്ട, एक मिनट. വിഷ്ണു, നാട് വിട്ട് ഇവിടെ വന്ന് കഷ്ടപ്പെടുന്ന ഒരു മലയാളിയുടെ വേദന നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ. എന്തൊക്കെയായാലും ഇത്രയും നാള് നമ്മൾ ഒരുമിച്ച് ഇടപഴകിയതല്ലേ. പെട്ടെന്ന് അങ്ങനെ ഇറക്കി വിടാന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യത്തില്ലായ്മയാവില്ലേ? അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അതങ്ങ് ക്ഷമിച്ചു. ഹൗസ് ഓണറോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. വേറൊരു മുറി ശരിയാവുന്നവരെ അവൻ ഇവിടെ താമസിക്കട്ടെ. വാടകയൊക്കെ അവൻ തരും. തൽക്കാലം ഈ മാസം കൂടി നീ കൊടുക്കും. എനിക്ക് ഓഫീസിൽ പോകേണ്ട സമയമായി. ആ മോനാ പെട്ടിക്ക് എടുത്തകത്ത് വെച്ചു. अथ श्री महाभारत कथा. महाभारत महाभारत ओ भारत ओ भारत. साहब, ये मलबार का स्पेशल क्वालिटी सिगार है, आपके लिए मंगवाया. थैंक यू थैंक यू. ये छोड़ दीजिए साहब, ये टेस्ट करिए. साहब आपका, सॉरी साहब, साहब आपका ब्लड प्रेशर. कोई फिक्र की बात नहीं. अच्छा साहब. कैसा है साहब? ब्लड प्रेशर? नहीं साहब, ये सिगार. हाँ, बहुत अच्छा है. अच्छा होगा साहब, फर्स्ट क्वालिटी है ना. गुड मॉर्निंग पिताजी. गुड मॉर्निंग बेटी. राजेंद्रन साहब, उसे कॉलेज छोड़ो. ठीक है साहब. और देखो साहब, गाड़ी तेज नहीं चलाना. जरूर साहब. आइए मैम साहब, बैठिए मैम. குட் மார்னிங். என்ன விஷ்ணு, உங்க ராமேட்டன் ஊர்ல இருந்து வந்தாச்சா? வரும்போது என்னமோ கேரளா ஸ்பெஷல் ஆயுர்வேதிக் டானிக் கொண்டு வரேன்னு சொன்னாங்களே. என்னோட கேஸ் ட்ரபிளுக்கு நீ கேட்டியா? മറന്നു വെച്ചു സാർ. ഇങ്ങോട്ട് വരുന്ന ധൃതിയിൽ ഓർത്തില്ല. சரி, நாளைக்கு என்ன கொஞ்சம் கான்டாக்ட் பண்ண சொல்லு. ശരി സാർ. गुड मॉर्निंग सर. गुड मॉर्निंग. குட் மார்னிங் சார். गुड मॉर्निंग. साहब चाय लाऊं साहब? हाँ ठीक है. जी साहब. माफ कीजिए साहब. कौन? बलविंदर. राजेंद्र यार, राम राम. एक चाय जल्दी लेना सबके लिए. शक्कर मत डालना, ठीक है? हाँ സർ. തന്റെ ആ ഓവർ ടൈമിന്റെ കാര്യം ഞാൻ റെക്കമെൻഡ് ചെയ്യണോ? മാനേജർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ പറയുമ്പോ അതിന്റെ കാർ ഡ്രൈവറുടെ പോസ്റ്റ് മാനേജറുടെ മുകളിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെയും സംഭവിക്കാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചൗപ്പാട്ടി കടപ്പുറത്ത് അജ്ഞാത ജഡങ്ങൾ കരക്കടിഞ്ഞു എന്നും കേൾക്കാറുണ്ട്. എന്താ என்ன ராஜேந்திரா, ஆபீஸ் டைம்ல விளையாட்டா? சார், நாங்க திக் ஃப்ரெண்ட்ஸ். எப்போ இந்த மாதிரி தான் விளையாட்டு. ஐயோ, സാബിന് ഗുളി കൊടുക്കാൻ സമയമായി. സാർ, എവനെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? പൊഴച്ചു പോട്ടെ സാർ. പൊഴച്ചപ്പെടുന്ന പറഞ്ഞാൽ ശരിയാവില്ല. യവനെ വിഷ്ണു, സാബ് അന്തർ ബുലാത്തെ ബുലാത്തെ ചെല്ല്. फ्रेंडशिप अவ்வளவுதான். सब चाय कॉफी या कुछ ठंडा मंगा. ड्राइवर का ऑफिस लेने वाला है. सब संभालता सब मैं. फिर भाई वाले पर ओ मैनेजर के साथ. पो. हाउस नंबर 426 किधर है? ऊपर है.
ഇവിടെ ആരുമില്ല. അയ്യോ. ഛെ. സൗണ്ട് എടുത്തില്ല. ഹേയ്, ഇയാളെന്താ ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കണേ? അല്ലേ ഓറഞ്ച് വീണപ്പോ ഞാനൊന്ന് ആഹാ. എടുത്ത് കുട്ടിയെപ്പോ വന്നു? വന്നതേ ഉള്ളൂ. ഞങ്ങള് സിന്ധുവിന് ഡോക്ടറെ കാണിക്കാൻ പോയതാ. താൻ അറിയോ ഈ കുട്ടിയെ? ഇല്ല, ഇപ്പൊ കണ്ടോളൂ. നാട്ടിൽ നിന്ന് മടങ്ങുമ്പോ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതാ. അരുന്ധതി തന്റെ അടുത്ത നാട്ടുകാരിയാ, ചെർപ്പളശ്ശേരി. മാത്ര